കേരളത്തെ സംബന്ധിച്ച് ഈ നിയമസഭാ ഇലക്ഷൻ കാലത്ത് ജനങ്ങൾ ഒരു ധാരണ പുലർത്തിയിരുന്നു. ഒന്നെങ്കിൽ UDF, അതല്ലെങ്കിൽ LDF. എന്നാൽ 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ധാരണ തിരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ UDF അധികാരത്തിൽ എത്തിപ്പെടാണ്ട് പല സാധ്യതകളും നിലനിൽക്കുകയാണ്. ഭരണം ഇത്രയും കാലം കൊണ്ട് അടപടലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആകെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ അനുഭവം വെച്ച് വിലയിരുത്തിയാൽ അഴിമതി തന്നെയായിരുന്നു. അതേപോലെ പെൻഷൻ്റെ വിഷയങ്ങൾ, ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങൾ, കറണ്ട് ചാർജ്, അക്രമങ്ങൾ എന്ന് വേണ്ട ഈ ശബരിമല, സ്വർണ്ണക്കൊള്ള എന്ന് ഇത്യാദി ആയുധങ്ങളൊക്കെ ഈ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന് എടുത്ത് വീശാവുന്നതേയുള്ളൂ. അവർക്ക് അതുകൊണ്ടൊക്കെ തന്നെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അധികാരത്തിലെത്തുകയും ചെയ്യാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെടുമോ, ആ UDF ഭരണം കേരളത്തിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം ഇന്ന് ജനങ്ങളുടെ ചിന്തയിൽ എത്തിക്കാൻ സാധിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വിജയം തന്നെയാണ്. കേരളത്തിൽ എന്തായാലും ഒരു തൂക്കു മന്ത്രിസഭയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. UDF ശക്തി കേന്ദ്രങ്ങൾ ഒന്ന് മലപ്പുറവും ഒന്ന് എറണാകുളമാണ്. ഈ മലപ്പുറം ലീഗിൻ്റെ സ്വന്തം ജില്ലയാണെന്നുള്ളത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ ലീഗിൻ്റെ സഹായം ഒന്നുമില്ലാതെ നിലനിൽക്കാൻ UDF സാധിക്കുന്ന ഒരു ജില്ലയെന്ന് പറഞ്ഞ എറണാകുളമാണ്. പക്ഷെ അവിടെ ഇത്തവണ കാര്യം വളരെ പരിതാപകരമാണ്, പരിങ്ങലിലാണ്. കാരണം സാബു ജേക്കബിൻ്റെ 2020 പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും കൈകോർത്തിരിക്കുകയാണ്. ഈ പാർട്ടികളുടെ ഐക്യത്തിൽ NDA ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ NDAയുടെ ഭീഷണിയെ ഒരു കാരണവശാലും UDF നേരിടാൻ, പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം, UDF അനുകൂലമായി നിന്നിരുന്ന ക്രൈസ്തവ സമൂഹം, അതുപോലെ തന്നെ പുതുമ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇവരുടെയൊക്കെ വോട്ട് ഇത്തവണ എന്നായാലും NDAക്ക് തന്നെ എന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, അങ്ങനെ കേരളത്തിൽ ഉടനീളം ഉള്ള സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം UDF അധികാരത്തിൽ എത്തുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാബു ജേക്കബ് എറണാകുളത്ത് കളം നിറയ്ക്കുന്നത് UDF അനുകൂലമായി നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കണം. അതിന് കാരണം ഈ 2020 പാർട്ടിയുടെ ഉള്ളിൽ ശക്തമായൊരു കേഡർ സംവിധാനം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ആ പാർട്ടിയുടെ വിജയത്തിൻ്റെ ഒരു കാരണം. പ്രത്യേകിച്ച് വികസന തൽപരനായ സാബു ജേക്കബ് നയിക്കുന്ന പാർട്ടി ജനങ്ങളുടെയും നാടിൻ്റെയും നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന്, അത് പ്രവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനഹൃദയങ്ങളിൽ എത്തിപ്പെടാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതും ഒരു രാഷ്ട്രീയപരമായ നേട്ടമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുന്ന സ്ഥിതിക്ക് കോൺഗ്രസ് ഇന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നത് മതവർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും
ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുവാൻ സ്വമനസാലെ തയ്യാറായിക്കൊണ്ട് ഇലക്ഷനെ നേരിടുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ കപട മതേതരവാദം, ആ മുഖം, ജനവഞ്ചന കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒരേ ധാരയിലൂടെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് 5 മുതൽ 15 വരെ അല്ലെ അതിനും മേലെ ഈ BJP സീറ്റുകൾ നേടും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുകയാണ്.